വയനാട്ടിലെ ചൂരൽമലയിലെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കൊള്ളയ്ക്കെതിരെ ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി തലശ്ശേരിയിലും കുടിൽകെട്ടി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ തലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രതിഷേധ സമരം ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധത്തിൽ കെ മർഫാൻ അധ്യക്ഷനായി. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി പി സച്ചിൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി സനേഷ്, ഫിദ പ്രദീപ്, സന്ദേശ, സമീർ, സുനേഷ് എന്നിവർ സംബന്ധിച്ചു. നിരവധി പേർ കുടിൽകെട്ടി പ്രതിഷേധത്തിൽ പങ്കെടുത്തു. വയനാട് ചൂരൽമലയിൽ വീട് നിർമ്മാണത്തിന് വേണ്ടി ഫണ്ട് മുക്കിയ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനുമെതിരെയാണ് സമരമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ പറഞ്ഞു. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം വയനാട് ചൂരൽമലയിൽ ഫണ്ട് വിരിച്ചു മുക്കിയ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനെതിരായിട്ടുള്ള പ്രതിഷേധ പരിപാടി നടത്തി വരികയാണ്. നമുക്കറിയാം, 1.5 വർഷക്കാലം മുമ്പാണ് വയനാട് ചൂരൽമലയിൽ മഹാദുരന്തമുണ്ടായത്. ആ ദുരന്തമുണ്ടായപ്പോൾ KPCC പറഞ്ഞത് 100 വീട് നിർമ്മിച്ചു നൽകുമെന്നാണ്. രാഹുൽ ഗാന്ധി 100 വീട് നിർമ്മിച്ചു നൽകുമെന്നാണ് പറഞ്ഞത്. സിദ്ധരാമയ്യ 100 വീട് നിർമ്മിച്ചു നൽകുമെന്നാണ് പറഞ്ഞത്. യൂത്ത് കോൺഗ്രസ് 30 വീട് നിർമ്മിച്ചു നൽകുമെന്നാണ് പറഞ്ഞത്. ആകെ 330 വീട് കോൺഗ്രസ് നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ടും ഒരു വീടിന്റെ പ്രവർത്തനം പോലും നടന്നിട്ടില്ല. സമീപ കാലയളവിൽ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ കല്ലിടൽ കർമ്മം നടത്തി ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ മുന്നോട്ട് വന്നത്. VD സതീശനും സണ്ണി ജോസഫും കോൺഗ്രസും പറഞ്ഞത് പ്രതിപക്ഷ നേതാവിന്റെ KPCC പ്രസിഡന്റിന്റെ ജോയിന്റ് അക്കൗണ്ടിൽ പണമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഇവർ രണ്ടുപേരും മത്സരിക്കുന്നുണ്ട്. നോമിനേഷനകത്ത് ഈ അക്കൗണ്ടിനെ സംബന്ധിച്ച് പ്രതിപാദിക്കേണ്ടതാണ്. ഈ അക്കൗണ്ടിനെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, 150 കോടി രൂപയോളം ഇവിടെ കോൺഗ്രസ് പിരിച്ച് മുക്കി എന്നുള്ളതാണ് വാർത്തകളിലൂടെ മനസ്സിലാവുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്. ആ പഴഞ്ചൊല്ല് മരണ വീട്ടിൽ പോക്കറ്റ് അടിക്കുന്നതിനെ സംബന്ധിച്ചാണ്. എന്നാൽ നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് മരണ വീട്ടിൽ പോക്കറ്റ് അടിച്ചവരല്ല, മരണ വീട്ടിൽ കൊള്ളയടിച്ചവരാണ് എന്നതാണ് വയനാട് വീട് വെക്കാൻ വേണ്ടി പിരിച്ച ഫണ്ട് മുക്കിയതിലൂടെ കാണാൻ വേണ്ടി കഴിയുന്നത്.